എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അടുത്തത് തലയണി കവർ പഠിപ്പിക്കാമെന്നും പറഞ്ഞിരിക്കണമായിരുന്നു. പക്ഷേ ബിഗിനേഴ്സിന് വല്ലാണ്ട് അതൊരു ബോറടി ആയിരിക്കുള്ളൂ. ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒരു ചുരിദാർ കട്ട് ചെയ്യാം. ചുരിദാർ കട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ബോഡിയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇല്ല, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ബോഡിയല്ല കട്ട് ചെയ്യുന്നത്, ഹാൻഡാണ്, കൈയാണ് കട്ട് ചെയ്യുന്നത്. കൈ കട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ കൈക്കുഴി ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് കൈ കട്ട് ചെയ്യാം. അപ്പോൾ പാറ്റേൺ മേക്കിംഗ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതായാലും മതി. കുട്ടികളുടേതാണെങ്കിൽ കുട്ടികളുടേത് ചെയ്യുകയാണെങ്കിൽ മറ്റേ സാധാരണ ബുക്കിൻ്റെ പേപ്പറില്ല, അത് മതി. ഇതിപ്പോൾ ഞാൻ വലിയ ആൾക്കാരുടെ അളവാണ് പറഞ്ഞതല്ല. ഇത് വേണ്ട, ഇതിപ്പോൾ ഒരു 4 മടക്കി ഇരിക്കണ സംഭവമാണ് ഈ തുണി. ഞാൻ ഇതിനെ നിവർത്തിയിട്ട് ഇതിനെ തന്നെ 2 മടക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ 2 എന്ന് പറയുമ്പോൾ ഇതിന് 2 കൈയേ കിട്ടുന്നുള്ളൂ. 2 മനസ്സിലായോ? നോക്കിക്കേ, 1 2 പിന്നെ താഴ്ഭാഗത്ത് 2 കൂടി, അങ്ങനെ മടക്കിയിടുമ്പോൾ 4 പീസ്. പക്ഷേ 2 കൈയ്യേ കിട്ടുന്നു. അതിൽ നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഈ മുകൾ ഭാഗത്ത് നിന്ന് വേണം ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. ലെങ്ത്ത് 22 ആണ്. അപ്പം 22ൻ്റെ കൂടെ +2 വേണം കൂട്ടാൻ. അങ്ങനെ 24 കിട്ടും. പിന്നെ അടുത്തത് ഹാൻഡ് ബ്രെത്ത്. ഹാൻഡ് ബ്രെത്ത് എന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് 13.5 കേട്ടോ. അപ്പം ഈ 13.5 ÷ 2 അതെത്രയാണ്? അതായത് 13.5 2ആയിട്ട് ഭാഗിക്കാനാണ് പറയുന്നത്. അത് ആൻസർ കിട്ടുന്നത് 6.25. അപ്പം ഈ 6.25 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ +2 വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ഈ 2 എന്ന് പറയുന്നത് നോക്കിക്കോട്ടെ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പം 6.25 +1 ലൂസാണ് എടുക്കുന്നത്. ബാക്കിയുള്ള 1 നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട, ഈ ഇരിക്കുന്ന 1 ലൂസ് 1 സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെത്തേഡിലിരിക്കും. ചിലവർക്ക് ഹാഫ് ലൂസ് മതിയാവും, ചിലവർ നല്ല ടൈറ്റിലാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഹാഫ് ലൂസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 1ൽ നിന്ന് കടം മേടിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 1 സ്റ്റിച്ച്, അത് 1.5 സ്റ്റിച്ചാക്കി കളയും. ഇപ്പോൾ ഇവർക്ക് നോർമലായിട്ടുള്ള സ്ലീവാണ്, അപ്പോൾ അതുകൊണ്ടാണ് 1 ലൂസ് 1 സ്റ്റിച്ച് നിടുന്നത്. ചിലവരെന്ത് ചെയ്യുമെന്ന് ഈ 13.5 ÷ 2 അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ സീം അലവൻസ് എന്നും പറഞ്ഞ് 2 ഇഞ്ച് എക്സ്ട്രാ കാണിക്കും. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഞാൻ പക്ഷെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്, കറക്റ്റ് എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ അങ്ങോട്ട് അടയാളപ്പെടുത്തും. അപ്പോൾ ഇത് കണ്ടോ, ഹാൻഡ് ബ്രെത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 8.4. അപ്പോൾ ഈ 8.4 നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. നോക്കിക്കേ, 8.4 കണ്ട, നമുക്കിവിടെ 8.4 ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ടേപ്പിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പോയി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ടേപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ 8.4 അടയാളപ്പെടുത്തിയല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്നുള്ള കട്ടിങ് റൗണ്ട് പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. നോക്കിക്കേ, ഇവിടെ നിന്നുള്ള കട്ടിങ് റൗണ്ട് പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ബ്രെത്ത് ഉണ്ടല്ലോ, ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12ൽ 1 ഭാഗമാണ് ഈ വരുന്ന കട്ടിങ് റൗണ്ട് പോയിന്റ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ബ്രെത്ത് ചെസ്റ്റ് ബ്രെത്ത് എടുത്തിട്ടുണ്ടാണ്. അപ്പോൾ ചെസ്റ്റ് ബ്രെത്ത് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 40 40ൻ്റെ 12ൽ 1 ഭാഗം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ 40ൻ്റെ 12ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ 3.3 കിട്ടുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ 3.4 ആക്കാം, അല്ലെങ്കിൽ 3.5 ആക്കാം. 3.75 ആക്കരുത് കേട്ടോ, അതപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമുക്കിത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 3.4 കണ്ടോ. ഈ 3.4 നമുക്ക് അടയാളപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ 3.4 3.5 എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ബ്രെത്തും 8.4 തന്നെ ഉണ്ടാകുന്ന നോക്കണം. കണ്ട, അത് കണ്ട കുറച്ച് വ്യത്യാസം വന്നിട്ട്
എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഈ മുകൾ ഭാഗത്തെ പോയിന്റിൽ നിന്നും ഇതിലേക്കൊരു ഇത് വരച്ച് കൊടുക്കുക. ആദ്യം ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യണേ നല്ലത്. പിന്നെ വേറെ മെത്തേഡൊക്കെ ഉണ്ട്, അത് ചിലവർക്ക് കൺഫ്യൂഷൻ ആവും. ആ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും 1.5 ഇഞ്ച് 1.25 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തും. എന്നിട്ട് ഇവിടെ നിന്നും സെൻറ്റർ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് 3/4, താഴ്ഭാഗത്തേക്ക് 1/2. മുൻകൈയൊന്നും ആദ്യം വെട്ടിപ്പടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് നോർമലായിട്ടുള്ള സ്ലീവ് തന്നെ പഠിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടം ബ്രെത്ത് ഉണ്ട്. ഈ ബോട്ടം ബ്രെത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൽബോൻ്റെ അവിടെ നിന്നാണ് ഞാൻ അടയാളം എടുത്തിരിക്കുന്നത്, അളവെടുത്തിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നത് 10.5 കേട്ടോ. അപ്പോൾ കയ്യിലെ ബോട്ടം ബ്രെത്ത് എന്ന് പറയുന്നത് 10.5. അതിൻ്റെ /2 പ്ലസ് ഈ /2 എന്ന് പറയുമ്പോൾ 5.25 കേട്ടോ എനിക്ക് കിട്ടിയത്. ഈ 5.25 കൂടെ നമ്മൾ ചേർക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു 1 ലൂസ് 1 സ്റ്റിച്ച്. പക്ഷെ താഴത്തേക്ക് എത്തുമ്പോൾ അത് ഹാഫ് ലൂസ് 1 സ്റ്റിച്ചായിട്ട് വരും. പക്ഷെ ഇത് ഫുൾ കൈ ആയതുകൊണ്ട് നമ്മൾ ലൂസ് ഇടൂല. ഏറ്റവും താഴ്ഭാഗം എത്തുമ്പോൾ 1 ആണ് സ്റ്റിച്ച് ഇടുന്നത്. കാരണം ഇവിടെ 1 ഇല്ലാത്ത ഭാഗമില്ലേ, ഏറ്റവും താഴത്തെത്തുമ്പോൾ കേട്ടോ. ഇത് എൽബോർഡ് അവിടെ നിന്നാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ മടക്കണ ഭാഗമില്ലേ, അവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനത്തെ സ്ലീവ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഈ 5.25 കിട്ടുന്നതെങ്കിൽ ഹാഫ് ലൂസ് 1 സ്റ്റിച്ച് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 5.25 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ചിലർ 3/4 സ്ലീവൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ. ഹാഫ് ലൂസ് പ്ലസ് 1 സ്റ്റിച്ച്. ഇത് നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തായത് കൊണ്ട് 5.25 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1 സ്റ്റിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടുന്നത് 6.25. അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 6.25 കേട്ടോ. ഈ 6.25 ഈ 8.25 നിന്നും 6.25 ഒരു ജോയിന്റ് നമുക്ക് വരച്ചു കൊടുക്കാം. നോക്കിക്കേ, നമുക്ക് സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇത് നമുക്ക് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ, അതിന് വേണ്ടിയാണ് വെട്ടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഹാൻഡിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ മെയിനായിട്ട് ബോഡി വെട്ടുന്നതിന് മുമ്പ് സ്ലീവ് വെട്ടണം. അഥവാ നിങ്ങൾക്ക് ആ തുണിയിൽ സ്ലീവ് വെട്ടാൻ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ആ തുണിയിൽ വെട്ടരുത്. നമ്മൾ ചെയ്യേണ്ടത് പേപ്പറിൽ വെട്ടുക, എന്നിട്ട് അതിൽ ബോഡി കട്ട് ചെയ്തിട്ട് എവിടെ നിന്നാണോ കൈ കിട്ടുന്നത് ആ ഭാഗത്ത് വേണം കൈ നമ്മൾ വരക്കാനായിട്ട്. അപ്പം മെക്സിക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് മെത്തേഡ്. അപ്പോൾ ബിഗിനേഴ്സിന് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് വെട്ടിക്കൊടുക്കണം. എന്ത് സാധനം വെട്ടുന്ന സമയത്തുണ്ടല്ല, ഇവിടെ കണ്ട ഈ സെൻറ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. കണ്ട, നമുക്ക് സെൻറ്റർ മനസ്സിലാവാനാണ് വെട്ടിക്കഴിഞ്ഞാലും. ഇപ്പോൾ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ച് വെട്ടാം കേട്ടോ. തുണിയാണെങ്കിൽ ഇങ്ങനെയൊന്നും വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വെട്ടുന്നവരും ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിരിക്കുന്നത് 6.25 6.25 വരച്ച് കഴിഞ്ഞാൽ പിന്നെ സീം അലവൻസ് എന്ന് പറഞ്ഞ് 2 ഇഞ്ച് വെട്ടും. പക്ഷെ അതിലും നല്ല മെത്തേഡ് ഇതാണ്. കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.